he has to do. നിങ്ങൾക്ക് എന്ത് ചെയ്തു 6 മാസത്തിൽ? ഒരു ജീവിതം പോയി. എത്ര വയസ്സായിരുന്നു? 48. എന്ത് കുന്തോ അത് ചാൻസ്? 48 വയസ്സിൽ what have you done? Are you with me? അപ്പോൾ ഇത് സാധാരണ സ്ലീപ്പ് അല്ല. he is fast asleep. fast asleep. fast asleep മലയാളത്തിൽ എന്താ പറയുന്നത്? ഗാഢമായ ഗാഢമായ ഉറക്കം. അതാ തന്റെ കേസ്. ഗാഢമായ ഉറക്കം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ എന്ത് ചെയ്യണം? What do you do to such people? Can you just wake up? Varghese, please get up. Will Varghese get up? No, he won't get up. So what do you do to Varghese? Give him up? Give him a what? Some sweets. Give him a what? Sorry? You gave him a kick. Where? You gave him a kick. Kick in Malayalam endo parayunnu. ഒരു ചവിട്ട് വെച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ബോംബെന്ന് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ കുഞ്ഞിന് നിന്ന് തന്നാൽ ഓരോ ആൾക്കാരും സ്റ്റേജിൽ വന്നാൽ എവിടെ വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഇനി പുറകെ വേണമെങ്കിൽ പുറകെ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്തു തരാം. ഓരോന്നായിട്ട് വന്നാൽ മതി, ഞാൻ ചെയ്തു തരാം. വാ. Are you with me? So he is fast asleep. He is fast asleep. So you give him a kick, and now you know why Santosh Nair has come on behalf of NutriCharge and RCM to come here, because I want to give you a kick. You know? Now what do you call this person? He who knows and knows that he knows and does what he knows. ഇയാൾക്കറിയാം എന്തൊക്കെ ചെയ്യണം ചെയ്യുന്നുണ്ട്. ഇയാൾക്കറിയാം ബുക്ക് വായിക്കണം, ഇയാളെ ബുക്ക് വായിക്കുന്നത്. ഇയാൾക്കറിയാം എല്ലാ ദിവസം സസ്പെക്ടിങ് ചെയ്യണം, പ്രോസ്പെക്ടിങ് എല്ലാ ദിവസവും ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇയാൾക്ക് പ്രോസ്പെക്ട്സ് ഉണ്ടാക്കണം എന്ന് അറിയാം, അയാൾ അത് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും കോൾ ചെയ്യണം എന്ന് അയാൾക്കറിയാം, അയാൾ എല്ലാ ദിവസവും കോൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസം ഫീൽഡിൽ ഇറങ്ങണം എന്ന് അയാൾക്കറിയാം, എല്ലാ ദിവസവും ഫീൽഡിൽ. എല്ലാ ദിവസവും മീറ്റിംഗ് എടുക്കണം എന്ന് അയാൾക്കറിയാം, എല്ലാ ദിവസവും മീറ്റിംഗ് എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും മുമ്പിലോട്ട് നീങ്ങണം എന്നറിയാം, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പഠിക്കണം എന്നറിയാം, അയാൾ പഠിക്കുന്നുണ്ട്. What do you call this guy? ഇയാളെ എന്ത് വിളിക്കും? What do you call? He is a മിടുക്കനാണ്. He is a ബുദ്ധിമാൻ. He is a winner. He is a wise man. വയസ്സിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ജ്ഞാനിയോ എന്തോ? ബുദ്ധിമാൻ. Okay. He is a wise man. He is a wise man. And would you to follow him? Would you like to follow him? നിങ്ങൾ അവനെ ഫോളോ ചെയ്യും? Yes or no? Yes. Absolutely. Now my dear friends, ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 4 ടൈപ്പിന്റെ ആൾക്കാരാണ്. ഒരെണ്ണത്തിന് അറിയത്ത് പോലുമില്ല, അറിയത്തില്ല എന്ന് അറിയത്തില്ല. ഒരെണ്ണത്തിന് അറിയാം എന്നാലും അറിയത്തില്ല എന്നാലും അയാൾക്കറിയാം, അയാൾക്ക് അറിയത്തില്ല. 3 ഇയാൾക്ക് അറിയാമെല്ലാം, ഈ സ്ത്രീക്കും ഈ ആക്കും എല്ലാം അറിയാം, എന്നാലും നടക്കുന്ന കണ്ട ഇയാൾക്കൊന്നും അറിയാൻ വയ്യാത്ത പോലെയാണ്. ഇത് എല്ലാം അറിയാം, and he knows it. കൂടുതലായിട്ടും ഞാനിപ്പോ ഒരു വോയിസിൽ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ സ്റ്റേജ് നമ്പർ 1, സ്റ്റേജ് നമ്പർ 2, സ്റ്റേജ് നമ്പർ 3, സ്റ്റേജ് നമ്പർ 4, നമ്മളൊക്കെ കൂടുതലായിട്ടും ജീവിതത്തിൽ ഏത് സ്റ്റേജിലാണ്? ഞാനിത് ചോദിക്കുമ്പോ എല്ലാവരും ഒരു വോയിസിൽ പറയണം നമ്മൾ ഏത് സ്റ്റേജിലാണ് ലൈഫിൽ കൂടുതലായിട്ടും. Which stage are we in most of the time, in most of the situation? അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടുതലായിട്ടും ഏത് സ്റ്റേജിലാണ് ഉള്ളത്? Stage number 3. In stage number 3, because in stage number 3, നമ്മൾ ഈ സ്റ്റേജ് നമ്പർ 3 ഒരു കാലഘട്ടം തന്നെ ഒരു വർഗീസ് 20 സ്റ്റേജ് നമ്പർ 3 സ്റ്റേജ് നമ്പർ 3 നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് ആ അസുഖം കയറിക്കഴിഞ്ഞു. And this illness being in stage number 3 for a long period of time means you have been hit by a disease called acrasia. Loudly, what is it? Acrasia. Acrasia. ഇതൊരു ഡിസീസാണ്. ഇത് നിങ്ങൾക്ക് രാവിലെ എണ്ണിക്കാൻ തരത്തില്ല. നിങ്ങൾ 5:30 അലാം വെച്ചോ. നാളെ രാവിലെ അലാം വെച്ചാൽ 5:30 അലാം ബെല്ലടിക്കുന്നതിന് മുമ്പിൽ 5:30 അലാം വെച്ചാൽ 5:25 അക്രേഷ്യ എണ്ണിച്ച് നിങ്ങളോട് പറയും, നിങ്ങൾ ഒത്തിരി ടയർഡായി, ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണ് വന്നത്, പ്ലീസ് ചാച്ചിക്കോ. അപ്പം തന്നെ നിങ്ങൾ ബ്ലാങ്കറ്റ് എടുത്ത് അക്രേഷ്യ. അപ്പൊ അക്രേഷ്യ
അക്രേഷ്യ will never allow you to get up. അക്രേഷ്യ നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ അനുവദിക്കത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് ബുക്ക് മേടിക്കാൻ അനുവദിക്കില്ല. മേടിച്ച ബുക്ക് വായിക്കാൻ അനുവദിക്കത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് ഫീൽഡിൽ പോകാൻ അനുവദിക്കത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് രാവിലെ എണ്ണിക്കാൻ അനുവദിക്കത്തില്ല. അക്രേഷ്യ is a disease. അതൊരു അസുഖമാണ്. And the beauty about this അസുഖം is പുറത്തുനിന്ന് കണ്ടാൽ അങ്ങനെ അക്രേഷ്യ എന്ന് ആർക്കും പറയാൻ ഒക്കത്തില്ല. എന്നാലും ടോട്ടൽ വർഗീസ് പുറത്തുനിന്ന് വർഗീസിനെ നോക്കിയാൽ വർഗീസിന് അക്രേഷ്യൊന്നും കാണത്തില്ല. എന്നാലും ഇയാൾ 24 hours ചിലപ്പം അക്രേഷ്യയിലായിരിക്കും. വർഗീസ് ഒരു പേര് മാത്രമാണ് സാറേ. ഞാൻ വെറുതെ സാറിന് സാർ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. But what I am trying to say is അക്രേഷ്യ നിങ്ങൾക്ക് രാവിലെ എണ്ണിക്കാൻ തരും. ഇതൊരു ഡിസീസാണ്. And we are all in stage number 3. ഇത് കാരണമാണ് everything is not possible. ഇതിനെ കോൺകർ ചെയ്യണം. ഈ ഡിസീസിനെ കോൺകർ ചെയ്യണം. ഈ ഡിസീസ് അക്രേഷ്യ. Loudly, what is the name of the disease? Akrasia. Once again, loudly. Akrasia. Very, very loudly. Akrasia. ഒന്നുകൂടെ. Akrasia. ഇതൊരു ഡിസീസാണ്. It will not allow you to get up in the morning. It will not allow you to work. It will not allow you to take challenge. It will not allow you to undergo a training program. It will not allow you to invest in yourself. It will not allow you to reduce your weight. It will not allow you to consume supplements. It will not allow. ഈ വേൾഡിൽ എല്ലാവർക്കും അക്രേഷ്യയാണ്. Only 3 ആൾക്കാർ in 100 people don't have aggression. ബാക്കി 97 ആൾക്കാർ out of 100 people are in one type of aggression or other type of aggression. നമ്മളാ ടീച്ചറിനെ കൊണ്ടുവരത്തില്ല, ലീല ടീച്ചറിനെ, നമ്മളാ ബാങ്ക് മാനേജറിനെ കൊണ്ടുവരും. അയാളും ടോട്ടൽ അക്രേഷ്യല്ല. അയാൾ വിചാരിച്ചു RCM ജോയിൻ ചെയ്ത 4-5 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. You will have to put the foundation in place. And therefore, we are all in aggression. എല്ലാ ഡിസീസിനെ പോലെ അക്രേഷ്യനും സിംറ്റംസ് ഉണ്ട്. 2 symptoms ആണ് അക്രേഷ്യ. What are the 2 symptoms of akrasia? Not doing what we are supposed to do. നമുക്ക് not doing, നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. Not doing what we are supposed to do and doing what we are not supposed to do. Correct. So we are doing what we are not supposed to do. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു, അത് ചെയ്യരുത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. പല കാര്യങ്ങൾ ചെയ്യരുത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. പല കാര്യങ്ങൾ ചെയ്യണം, അത് നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് 2 symptoms of aggression. രാവിലെ എണ്ണിക്കുന്നില്ല ഞാൻ. പഠിക്കണം, ഞാൻ പഠിക്കുന്നില്ല. ചാലഞ്ച് എടുക്കണം, ഞാൻ എടുക്കുന്നില്ല. ടീം ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കുന്നില്ല. I should not give excuses, but I give excuses every day. എക്സ്ക്യൂസ് മലയാളത്തിൽ എന്താ പറയുന്നത്? ഒഴിവ്, അത് തന്നെ മനസ്സിലായല്ലോ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ എക്സ്ക്യൂസ് പറയരുത്, എന്നാലും നമ്മൾ പറയുന്നുണ്ട്. നമുക്കറിയാം നമുക്ക് വായിക്കണം, നമ്മൾ വായിക്കുന്നില്ല. നമുക്കറിയാം ഇതൊരു പ്രൊഫഷനാണ്, നമ്മൾ പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല. നമുക്കറിയാം ചാലഞ്ച് എടുക്കണം, നമ്മൾ ചെയ്തിട്ടില്ല. നമുക്കറിയാം ബുക്ക് വായിക്കണം, നമ്മൾ എടുക്കുന്നു. നമുക്കറിയാം ലാപ്ടോപ്പ് പഠിക്കണം, നമ്മൾ ചെയ്യുന്നില്ല. നമുക്കറിയാം യൂണി മീറ്റിംഗ് എടുക്കണം, നമ്മൾ ചെയ്യുന്നില്ല. നമുക്കറിയാം നമുക്ക് ട്രാവൽ ചെയ്യണം, നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല. നമുക്കറിയാം ഒരു സമയത്തിന് രാവിലെ തുടങ്ങണം, 8 മണി അല്ലെങ്കിൽ 9 മണിക്ക് എല്ലാ ദിവസവും ആ സമയത്തിന് തുടങ്ങണം. നമ്മുടെ ബിസിനസ് ആ സമയത്ത് തുടങ്ങണം. നമ്മുടെ ഒരു കട ഉണ്ടെങ്കിൽ ഒരു സമയം വേണം ആ കട തുറക്കുന്നതിന്. നമ്മളൊരു ഡെയറി ഫാം നടത്തുവാണെങ്കിൽ, ഒരു പാലിന്റെ കട നടത്തുവാണെങ്കിൽ, ഇന്ന് രാവിലെ 8 മണിക്ക് തുറക്കുന്നു, നാളെ 10 മണിക്ക് തുറക്കുന്നു, മറ്റന്നാൾ 1 മണിക്ക് ഉച്ചയ്ക്ക് തുറക്കുന്നു. ഇസ് ദാറ്റ് ഓക്കെ? പിന്നെ എന്തെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾക്ക് തോന്നിയ ദിവസം നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത്? That is because of a disease. ഏത് ഡിസീസ്? ഡിസീസിന്റെ പേരെന്ന് ലൗഡ്ലി. ആരാണ് നിങ്ങൾക്ക് ഇത് അനുവദിക്കാത്ത? ആരാണ് പേരെന്താണ്? അക്രേഷ്യ നിങ്ങൾക്ക് രാവിലെ എണ്ണിക്കാൻ അലൗ ചെയ്യത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ അലൗ ചെയ്യത്തില്ല. അക്രേഷ്യ. നമുക്ക് മഞ്ഞപ്പിത്തം വന്നാൽ
ജോണ്ടീസ് വല്ലതും വന്നാൽ ഒരാളുടെ കണ്ണിൽ യെല്ലോ കളറും അങ്ങനെ അതിന് സിംറ്റംസ് ഒക്കെ കാണാം. ഒരു കോവിഡ് വന്ന അയാൾക്ക് ഭയങ്കര ഷിവറിങ് ഒക്കെ ആയിരിക്കും, എല്ലാം കാണും. അവന് ഫീവർ ഒക്കെ കാണും. എന്തായാലും അക്രേഷ്യ കണ്ടെത്തൊന്നുമില്ല, ഫുൾ അക്രേഷ്യ. Are you with me? And it is a disease. And എല്ലാ ഡിസീസിനെ പോലെ ഇതിന്റെ അകത്തും രണ്ട് സിംറ്റംസ് ഉണ്ട്. Acrasia has got two symptoms. Failing to do what you are supposed to do and doing what you are not supposed to do. ഇതാണ് ഇതിന്റെ രണ്ടിന്റെ സിംറ്റംസ്. ഈ സിംറ്റംസ് കാരണമാണ് നമ്മളൊന്നും വലിയത് നേടിയെടുക്കാൻ ഒക്കാതെ പോലും. ഇന്നും അന്നും ഈ ഡിസീസാണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്തത്. Now, so you have to ask yourself, what are the not doing what I'm supposed to do? Not thinking big, not doing. പല എക്സാമ്പിൾസും നിങ്ങൾ തന്നെ എഴുതണം. നിങ്ങളുടെ അക്രേഷ്യ എന്തൊക്കെയാണ്? നിങ്ങൾ തന്നെ ഇന്ന് ഇവിടുന്ന് മൂന്നാറാക്കി പോകുമ്പോ നിങ്ങൾ തന്നെ എഴുതണം നിങ്ങളുടെ അക്രേഷ്യ എന്തൊക്കെ ഉള്ളത്. Not thinking big, വലിയത് ആലോചിക്കുന്നില്ല. Maybe not setting goals. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല. അക്രേഷ്യ കാരണം നിങ്ങളുടെ അടുത്ത വണ്ടി ഏതാണ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ മേടിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വീട് അടുത്തത് ഏതാണ്, ഏത് ഡേറ്റ് ആണ്, ആ ഡേറ്റ് അറിയാമോ? നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ വൈഫിന്റെ കൂടെ ഹോളിഡേക്ക് പോകുന്ന ഫുൾ ഫാമിലി, അതിന്റെ ഡേറ്റ് അറിയാമോ? നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യാൻ, നല്ല രീതിയിൽ സംസാരിക്കുന്ന തന്റെ കേപ്പബിലിറ്റിയെ താൻ എപ്പോഴാണോ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഏത് മാസം അറിയാവോ? നമുക്ക് എന്തറിയാം പിന്നെ നമ്മളെ പറ്റി? ഇന്ന് രാവിലെ നമ്മൾ എണ്ണിച്ചു. ഇന്നലെ രാത്രി മരിച്ചില്ല, അതുകൊണ്ട് എണ്ണിച്ചു. ഇന്നലെ കാലു പോയാണെങ്കിൽ ഇന്ന് എണ്ണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് മാത്രമാണ് നമ്മുടെ ലൈഫ്. You got up today because you didn't die yesterday. Is that the reason? That's not a great reason for getting out. So what is your goal in life? അക്രേഷ്യ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. അക്രേഷ്യ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ അലൗ ചെയ്തില്ല. എന്റെ ഫ്യൂച്ചർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ വീഡിയോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പിലെ ഗോൾ എവിടെയൊക്കെ സെറ്റ് ചെയ്യണം, എങ്ങനെ അത് സെറ്റ് ചെയ്യണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാലും ആ സെറ്റ് ചെയ്യത്തില്ല. എന്തിനാ? ആരാണ് സെറ്റ് ചെയ്യാൻ അലോ ചെയ്യാത്തത്? അക്രേഷ്യ സെറ്റ് ചെയ്യാൻ അലോ ചെയ്യും. ഭയങ്കര സംഭവം. ഫ്രീ സർവീസ് ആണ്. രാവിലെ 5:30 എണ്ണിച്ചിരിക്കും. തന്റെ എണ്ണിക്കുന്നതിന് മുമ്പിൽ അത് എണ്ണിച്ചിരിക്കും. It will not allow you to get it. It will not allow you to read. It will not allow you to invest. So aggression, not building a time discipline. നമ്മുടെ ഒരു കാലണ്ടർ വേണം. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? ഏത് ടീം മെമ്പറുടെ കൂടെ നമ്മൾ ഫീൽഡിൽ പോകാൻ പോകുന്നു, നമ്മുടെ കാലണ്ടർ എല്ലാം ശരിയാക്കിയുള്ള ഒരു നല്ല കാലണ്ടർ വേണം. എന്നോട് നിങ്ങൾ ചോദിക്കുന്നു അടുത്ത മാസം 29-ാം തീയതി 3 മണിക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞുതരാം. മാർച്ച് 2024 27th മാർച്ചിന് എന്താണ് സന്തോഷം വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. 2025 ഏപ്രിൽ 10ാം തീയതി ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഫുൾ കാലണ്ടർ സെറ്റാണ്. ഏത് കോഴ്സ് ചെയ്യുന്നു ഈ കൊല്ലത്ത് ഈ ഇയറിൽ 2024 ഏത് കോഴ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്റെ ഏത് കഴിവിനെയാണ് ഞാൻ അത് വർദ്ധിപ്പിക്കാൻ പോകുന്നത്, ഡെവലപ്പ് ചെയ്യാൻ അതിന്റെ എഴുതിയിട്ടുണ്ട് എന്റെ ഗോൾ ബുക്കിനകത്ത്. So what are you doing? What are you up to? So not working on the team. ടീമിന്റെ പുറത്ത് ജോലി ചെയ്യണം. എല്ലാ ഫ്രൈഡേ നിങ്ങൾ ടീമിനെ ഡെവലപ്മെന്റ് ചെയ്യണം. വലിയ ആൾക്കാരെ പോയി കാണണം. അങ്ങനെ അക്രേഷ്യ നോട്ട് വർക്കിംഗ് ഓൺ സെൽഫ് ആൻഡ് ലേണിംഗ് സ്കിൽസ്. പല കഴിവുകളും നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയല്ല, അതിന്റെ പുറത്ത് ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാം നമുക്ക് വിൽക്കാൻ അറിയത്തില്ല, അതിനെ ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാമല്ലോ, എല്ലാം നമുക്കറിയാം, എന്നാലും നമ്മളൊന്നും ചെയ്യുന്നില്ല. Aggression will not allow you to do anything. അതാണ് അതിന്റെ ഒരു പവർ. അത് നിങ്ങളെ ഡിഫീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ എത്രയോ അക്രേഷ്യ നമ്മുടെ അകത്തുണ്ട്. Not doing what we are supposed to do.
which means not believing in self. നമുക്ക് നമ്മളെ തന്നെ ബിലീഫ് ഇല്ല. നോട്ട് ബിലീവിങ് ഇൻ ദ കമ്പനി. ചിലപ്പം കമ്പനിയുടെ പുറത്ത് ബിലീഫ് ഇല്ല. ചിലപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റമിന്റെ പുറത്ത് നമുക്ക് ബിലീഫ് ഇല്ല. അക്രേഷ്യ ഈസ് ഓൾ ദീസ് തിങ്സ്. സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ വീഡിയോസും എല്ലാ ദിവസവും ഇടുന്നില്ല. നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യുന്നില്ല. നമ്മൾ പ്രോസ്പെക്ടിങ് ചെയ്ത് പുതിയ ആൾക്കാരെ പോയി മീറ്റിംഗ് ചെയ്യുന്നില്ല. എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അക്രേഷ്യ ഈസ് നോട്ട് അലവിങ് യു ടു ഡു ഇറ്റ്. And I can go on and on and on and on and on and on till evening. I can go on and on and on and on. നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ലെവലിൽ തന്നെ നമ്മൾ സ്റ്റക്കായിരിക്കുന്നു. നമ്മൾ ഗോൾഡിലാണ്, ഗോൾഡിൽ തന്നെ സ്റ്റക്കായിരിക്കുന്നു. നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല. എത്രയോ ലെവലുണ്ട്. എല്ലാ 6 മാസത്തിനകത്ത് 3 മാസത്തിനകത്ത് നമുക്ക് മുകളിലോട്ട് പോകാം. നമ്മൾ പോകുന്നില്ല. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മേലെ. We're not doing anything. So I can go on and on, my dear friends. I don't have the time, so I just want to tell you that we are all in aggression. Namakariya, in world, we also know we are not. We have to work as a professional. ഒരു പ്രൊഫഷണലിനെ പോലെ ജോലി ചെയ്യണം നമുക്കറിയാം. നമ്മൾ പ്രൊഫഷണൽ നെറ്റ്വർക്കാണ്. നമ്മൾ വെറും ഒരു നമ്മൾ പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്, നമ്മൾ പ്രൊഫഷണൽ ട്രെയിനറാണ്, നമ്മൾ പ്രൊഫഷണൽ നെറ്റ്വർക്കറാണ്, നമ്മൾ പ്രൊഫഷണൽ തബലാകാരനാണ്, നമ്മൾ പ്രൊഫഷണൽ ഭരതനാട്യം ഡാൻസറാണ്. നമ്മൾ പ്രൊഫഷണലാണ്. നമ്മളൊരു ഓർഡിനറി ഗല്ലിക്കാരല്ല. നമ്മൾ ഗല്ലി ബിക്കോസ് ഇഫ് യു ആർ നോട്ട് എ പ്രൊഫഷണൽ, ഇത് ഗല്ലിയുടെ ക്രിക്കറ്റ്. ഇത് വിരാട് കോഹ്ലിയാണ്, രാഹുൽ നമ്മുടെ അവരുടെ ക്രിക്കറ്റ്. അവന്റെ പേര് രോഹിത് ശർമ്മ ക്രിക്കറ്റ്. ഇവന്റെ ക്രിക്കറ്റും ഈ കളിക്കുന്ന ക്രിക്കറ്റും ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ അടിക്കാം, അവിടെ അടിക്കാം, എവിടെ വേണമെങ്കിലും അടിക്കാം. ഇതിലൊന്നും നടക്കാൻ പറ്റില്ല. അങ്ങനെ ബാഡ്മിന്റൺ അവിടെ നമ്മളും കളിച്ചിട്ടുണ്ട്. PV സിന്ധു 8 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്തത്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വായിച്ചു. അതിന്റെ കാശ് ഫുൾ നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. 1.5 മണിക്കൂർ എല്ലാ ദിവസവും. At least do something. Gallida fight, and then there is Bajrang Punia's fight, which is professional wrestling. Professional. There is weightlifting, and there is, then there is other weightlifting, which is, നമ്മുടെ weightlifter, അവരുടെ പേര് ഞാൻ അറിയുക. No, Very common നമ്മുടെ ബോക്സറാ. ഇവരുടെ പേര് ചുന്നു എന്ന് പറഞ്ഞു. So there is chess കളി. ഇങ്ങനെ നമ്മൾ ആ കോർണറിൽ പോയിട്ട് പിന്നെ ഇവന്റെ ഒരു കളിയുണ്ട്. നിങ്ങൾക്ക് ഏത് കളിയാണ് കളിക്കേണ്ടത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ബിക്കോസ് ഇവിടെ ഒന്നും പോസിബിൾ അല്ല, ഇവിടെ എല്ലാം പോസിബിൾ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേര് അത് തന്നെ. എവറിഥിങ് ഈസ് പോസിബിൾ, ബട്ട് ഐ ആം സേയിങ് എവറിഥിങ് ഈസ് നോട്ട് പോസിബിൾ. Everything is possible if you become a professional. Everything is not possible if you are not a professional. That is problem. ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. So what is the big deal? What's the problem? There is no issue. There is absolutely no issue. You can, so you can go on and on and on. So my dear friends, you have to call, do you want to be a professional? ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അവന്റെ കലയെ പഠിക്കും. എന്തായാലും അത് പഠിച്ചു. So my advice to all of you is that, so the question is, my question to you is, so we all know it. നമുക്കറിയാം നമുക്ക് പല ഇൻസെന്റീവ്സ് ഉണ്ട്. റോയൽറ്റി ഇൻസെന്റീവ്, ടെക്നിക്കൽ ഇൻസെന്റീവ്. 20,000 തൊട്ട് 50 ലക്ഷം രൂപ വരെ നമുക്ക് ഉണ്ടാക്കാം. എന്താണ് നമ്മൾ അത് ഉണ്ടാക്കാതെ പോകുന്നത്? So we are just not ready to be the professional and pay the price. എല്ലാത്തിനും you have to pay the price. മലയാളത്തിൽ എന്തുവാ പറയുന്നത്?
യു ഹാവ് ടു പേ ദ പ്രൈസ് എന്ന് പറയണം. ഒരു വില കൊടുക്കേണ്ടി വരും. ഒരു സന്തോഷ് നായർ ആവണമെങ്കിൽ ഒരു വില കൊടുക്കേണ്ടി വരും. ഇന്നോട്ട് 6 കൊല്ലം മുമ്പിൽ ഞാൻ 8-9 കൊല്ലം മുമ്പേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. എന്നാൽ എത്രയോ മലയാളം വേർഡ്സ് ഞാൻ ഇന്നലെ രാത്രി വരെ കിരൺ किधर है? अरे वो फोल्डर देना, वो प्लास्टिक का फोल्डर था ना उधर, तो मैंने तेरे को दिया ना. अच्छा इधर है. ഇന്നലെ രാത്രി ഇവിടെ വരുന്നതിന് മുമ്പിൽ ഓരോ വേർഡ്സ് വരുന്ന രാത്രി 1:30 ഞാൻ വന്നു ബോംബെന്ന്. ഫ്ലൈറ്റ് 2.5 മണിക്കൂർ ലേറ്റ് ആകും. ഈ സെയിൽസിനെ എന്തോ പറയുന്നത് നമുക്കറിയത്തില്ല. സെയിൽസിനെ എന്തോ അപ്പൊ വിൽപ്പന നാച്ചുറലി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് കം നാച്ചുറലി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇന്നലെ ചാലഞ്ചിനെ എന്തോ മലയാളത്തിൽ പറയുന്നത്, വെല്ലുവിളികൾ, പോസിബിൾ എന്ന് എന്തോ മലയാളത്തിൽ പറയുന്നത്. എല്ലാം ഇത് ഇംഗ്ലീഷിലാണ്. എനിക്ക് എന്തറിയാമോ, ഒന്നും അറിയത്തില്ല മലയാളം. ഇതെല്ലാം ഇന്നലെ രാത്രി എഴുതിയതാണ്. ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ. ഹൗ ഡു യു ബിൽഡ് എ ഫൗണ്ടേഷൻ? ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എഴുതി കോൺകോർഡ് മലയാളത്തിൽ എന്തോ പറഞ്ഞു. അങ്ങനെ എത്രയോ വേർഡ്സ് ഇന്നലെ രാത്രി എഴുതി. പെയിൻ പറയുന്ന, ഇതിനെന്തോ പറയുന്ന, അതിനെന്തോ പറയുന്ന, അങ്ങനെ എത്രയോ പേജ് ഇന്നലെ രാത്രി എഴുതി. പഠിക്കണ്ടേ? കാശ് മേടിച്ചിട്ടുണ്ടല്ലോ. പഠിക്കണം. ഇംഗ്ലീഷ് കാച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കത്തില്ല. അതുകൊണ്ട് പഠിച്ചു, അടുത്ത പ്രാവശ്യം വിളിക്കണം. അതുകൊണ്ട് പഠിച്ചു. And that's the most important aspect of life, my dear friends. It's very, very important. എന്നാലും നമുക്ക് പൈസയും പതുക്കും എല്ലാം കിട്ടത്തുള്ളൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ക്യാൻ ഗോ ഓൺ ആൻഡ് ഓൺ. നമുക്ക് യോഗ ചെയ്യണം, നമുക്കറിയാം. എക്സസൈസ് ചെയ്യണം, നമുക്കറിയാം. എല്ലാ ദിവസം രാവിലെ ഉണ്ടെങ്കിലും താടി എല്ലാ ദിവസം ചെയ്യണം, അതെല്ലാം അറിയാം. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മുടെ ഐ ഓൾവേസ് കീപ് സേയിങ് നമ്മുടെ ഒത്തിരി ട്രിപ്സ് ഉണ്ടല്ലോ, ആ ട്രിപ്സ് ക്വാളിഫൈ ചെയ്യണം. എല്ലാ ട്രിപ്പും ക്വാളിഫൈ ചെയ്യണം. വെദർ ഇറ്റ് സുരേന്ദ്ര വത്സ് ഓർ വാട്ടെവർ, all of these people have qualified for so many trips. വത്സാബൊക്കെ എന്റെ ഭയങ്കര ഫാനാണ്. ഇവരൊക്കെ എത്രയോ നാളെ കൊണ്ട് നമ്മുടെ ഫാനാണ്. whether it is Mukesh Kothari and all these people, whether it is Murthy Saab or whatever, whether it is ഇതെല്ലാവരും, whether it is Sujita or ആരും ഇവരെല്ലാവരും, whether it is Binu or whatever may be the case, അങ്ങനെ എത്രയോ ആൾക്കാരോ, അങ്ങനെ ഗോപകുമാർ ആവാം, അങ്ങനെ താവാം, whatever it is, all these people. നമുക്ക് പല സ്കീംസ് ഉണ്ട്, ആ സ്കീമിലെല്ലാം ക്വാളിഫൈ ആവണം നമുക്കറിയാമെന്നാലും നമ്മളത് ചെയ്യുന്നില്ല. ബിക്കോസ് വി ആർ ഇൻ അക്രേഷ്യ. So my dear friends, നമുക്കറിയാം we're not understanding the importance and therefore focusing on nutrition. In the direct selling industry, 74% business nutritional supplement. അത് നമ്മുടെ കോമ്പറ്റീറ്റർ ഏത് കമ്പനിയെ പഠിച്ചാലും ടുഡേ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസ്സിൽ 74% ബിസിനസ് ഈസ് ഫ്രം ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. എന്നാലും RCM's nutritional supplement game is only 20%. അപ്പം ത്രിലോക് ചന്ദ് ഛാബ്ര സാഹിബിന്റെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ നമ്പർ 1 ആവണം. നമ്പർ 1 ആവണമെങ്കിൽ നമ്മുടെ ഈ 20% ബിസിനസ്, നമ്മുടെ ന്യൂട്രീഷൻ ബിസിനസ് is only 20% compared to the other business, and we have huge amount of competition in the other thing. അങ്ങനെ ന്യൂട്രീഷണലി നമ്മൾ പവർഫുൾ കമ്പനി ആയിട്ട് മാറണം എന്ന് ആഗ്രഹമുണ്ട്. And that is why you should push the NutriCharge products that are there in a very, very big way in all the people, because the wellness industry
is the wellness industry is the biggest industry today, and that sunrise kind of an industry. നമുക്കറിയാം നമ്മുടെ ന്യൂട്രീഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ അതിൻ്റെ ഒരു ഭാഗം ഇൻഡസ്ട്രി 74% ആണ്. 74% ഇൻഡസ്ട്രി is driven by the nutritional products. But നമ്മുടെ കേസിൽ 20% മാത്രമാണ്. And therefore, my dear friends, നിങ്ങൾ എല്ലാവർക്കും അറിയാം പ്രോട്ടീനെ പറ്റിയും വിറ്റാമിനെ പറ്റിയും മിനറലിനെ പറ്റിയും ഫൈബറിനെ പറ്റിയും അതിന് വേണ്ടിയുള്ള ടാബ്ലറ്റ്സും മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്തുമാണ്. ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ച ആൾക്കാരെ പഠിപ്പിച്ച് വലിയ രീതിയിൽ വിൽക്കണം. എന്നാലും അക്രേഷ്യ നിങ്ങളെ അലൗ ചെയ്യത്തില്ല. Acacia will not allow you to push this whole thing. Acacia will not allow you. So I would definitely like that all of you focus on this particular thing in the days to come and make RCM number 1. Will we make RCM number 1 as a company? Will we make RCM number 1? Yes. Jai RCM. Yes. Jai RCM. അപ്പൊ നമുക്ക് RCM നമ്പർ 1 ഉണ്ടാക്കണമെങ്കിൽ ന്യൂട്രി ചാർജിനെ കുറച്ചുകൂടെ വലിയ രീതിയിൽ പുഷ് ചെയ്യണം. is what it is the most important thing. But other Acacia allow ചെയ്യത്തില്ല. Acacia will not allow you to do that. And that is what, so all people require nutritional supplements. ഇന്നിപ്പം ഞാൻ അവിടെ ആ റൂമിനകത്ത് VIP റൂമിനകത്ത് ഇരിക്കുമ്പോൾ ഇയാൾ എൻ്റെ പറഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഇതുണ്ട്, നിങ്ങൾക്ക് ടീനേജറിന് വേണ്ടി ഇതുണ്ട്, നമ്മുടെ അഡൾട്ട്സിന് വേണ്ടി ഇതുണ്ട്. പിന്നെ എന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ തോന്നി എല്ലാം ഇവിടെ തന്നെ ഞാൻ തന്നെ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. Because he was telling me so many things. മുട്ടിന് വേണ്ടി ഇതുണ്ട്, കണ്ണിന് വേണ്ടി ഇതുണ്ട്, പിള്ളേർക്ക് വേണ്ടി ഇതുണ്ട്. And it is such a beautiful thing and it's high quality stuff and everything. And therefore, നമ്മുടെ ക്വാളിറ്റി एकदम ഫസ്റ്റ് ക്ലാസ് ആണ്. എല്ലാത്തിനും വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ ഉണ്ട്. And that is what is the most important thing, my dear friends. So, the question therefore is, my friends, the question is, not about ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇത് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്കറിയാം. And therefore we have to focus on it and make RCM number 1. My question to you now is, my dear friends, my question to you now is, അങ്ങനെ എത്രയോ അക്രേഷ്യ നിങ്ങളുടെ ലൈഫിലുണ്ട്, അങ്ങനെ എത്രയോ അക്രേഷ്യ നിങ്ങളുടെ ലൈഫിലുണ്ട്, അങ്ങനെ എത്രയോ അക്രേഷ്യ നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങൾ എത്രയോ അക്രേഷ്യ നിങ്ങളുടെ ലൈഫിലുണ്ട്, എത്രയോ അക്രേഷ്യ നിങ്ങളുടെ ലൈഫിലുണ്ട്. So many things you are not doing which you are supposed to do, and so many things you are doing which you are not supposed to do. എൻ്റെ ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എന്തുവാണ്? Why are we in acacia? അടുത്ത 10-15 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാനിത് എൻഡ് ചെയ്യും. Why are we in acacia? Why are we acacia? നമുക്ക് എല്ലാം അറിയാം, ഇത് ചെയ്യരുത് അത് നമ്മൾ ചെയ്യുന്നു, ഇത് ചെയ്യരുത് അത് നമ്മൾ ചെയ്യുന്നു. ഇതൊക്കെ നമുക്കറിയാം, ബോധപൂർവം അറിയാം. നമുക്ക് പഠിക്കണം, നമ്മൾ പഠിക്കുന്നില്ല, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, ചെയ്യുന്നില്ല, നമ്മൾ എവറിത്തിങ് ഈസ് പോസിബിൾ നമുക്കും അറിയാം. എന്നാലും നമ്മൾ എവറിത്തിങ് ഈസ് പോസിബിൾ ആക്കാൻ വേണ്ടി എല്ലാം കൂടെ ചെയ്യുന്നില്ല. എന്തിനാണ് നമ്മൾ അക്രേഷ്യ? Why are we in acacia? Raise your hand and tell me. Yes, sir. You are in your comfort zone. We are in acacia because we want to be in our comfort zone. Number 1. Why are we in acacia? നമ്മൾ എന്തിനാണ് അക്രേഷ്യയുടെ അകത്താണ്? Why are we in acacia? Anybody? Yes, madam. Absolutely right. We are in acacia because we just don't want to change. We are in acacia. നമ്മൾ എന്തിനാണ് acacia? Because we are in acacia because we don't want to change. നമുക്ക് മാറാൻ ആഗ്രഹമില്ല. Yes. We don't want to change. നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റെഡിയല്ല. നമ്മൾ നമ്മുടെ ലൈഫിലും നമ്മുടെ ശൈലിയിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്കിൽസിലും നമ്മുടെ നോളജിലും നമ്മുടെ കേപ്പബിലിറ്റീസിലും നമ്മുടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റെഡിയല്ല. We are just not interested in bringing those change. We are in acacia because we don't want to change. അപ്പോൾ എല്ലാവരും agree ചെയ്തിട്ടുണ്ടോ? We are in acacia, yes or no? Yes. നമ്മൾ എല്ലാവരും അക്രേഷ്യയിലാണ്, yes or no? Yes. ചില ആൾക്കാർ
10% ആണ്, ചില ആൾക്കാർ 20% അക്രേഷ്യയാണ്, ചില ആൾക്കാർ 50% അക്രേഷ്യയാണ്, ചില ആൾക്കാർ 100% അക്രേഷ്യയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം that we are in acacia. We are in acacia because we don't want to loudly, we don't want to നമുക്ക് മാറാൻ പറ്റില്ല. And as you rightly said, why is that we don't want to change? നമുക്ക് മാറാൻ ആഗ്രഹമില്ലാത്ത. Why is that we don't want to change? ആഗ്രഹം കൊണ്ട് മാറാൻ പറ്റുന്നില്ല. അതൊരു പുതിയ കണ്ടുപിടുത്തമാണല്ലോ. ആഗ്രഹം കൊണ്ട് മാറാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് എക്സാക്ട്ലി why. മാറ്റങ്ങൾ എന്താ നമ്മൾ കൊണ്ടുവരാൻ റെഡി അല്ലാത്ത നാട്. why? അതൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്തിനാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റെഡി അല്ലാത്തത്? ഹാബിറ്റ് ആയിപ്പോയി. ആ ഹാബിറ്റ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പൊ ഹാബിറ്റ് ആയല്ലോ. രാവിലെ എണ്ണിക്കാതിരിക്കുന്ന ഒരു ഹാബിറ്റായി, വലിയ 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 കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഹാബിറ്റായി. ആ ഹാബിറ്റ് മാറ്റണം. ഹാബിറ്റ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? തയ്യാറാവണം. എന്നാലും എന്താണ് ആവാത്തത്? നമ്മൾ തയ്യാറാകും. ഇതിന് ചേഞ്ച് ഈസ് എ ലോട്ട് ഓഫ്, because change means a lot of pain. Yes, change means a lot of ഒത്തിരി വേദന അനുഭവിക്കേണ്ടി വരും. ഒത്തിരി വേദന അനുഭവിക്കേണ്ടി വരും. ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കേണ്ടി വരും. ലീല ടീച്ചറിന് മാത്സും സയൻസും പഠിപ്പിച്ചുള്ള സ്വഭാവങ്ങൾ മാറ്റിയെടുക്കണമെങ്കിൽ പുതിയ പുതിയ ആൾക്കാരെ എല്ലാ ദിവസവും രാവിലെ പോയി ലീല ടീച്ചറിനെ കാണണമെങ്കിൽ, പുതിയ പുതിയ ആൾക്കാരെ ബാങ്കിന്റെ ക്യാഷ്യറിനെ നമ്മളെ പിടിച്ച് ആർസിയെ കൊണ്ടുവന്ന് അയാളെ പുതിയ പുതിയ ആൾക്കാരെ പോയി കാണണമെങ്കിൽ അയാൾക്ക് മാറേണ്ടി വരും. മാറണം. He has to change. But change means a lot of pain. ഒത്തിരി പ്രയാസങ്ങളാണ്. Change means a lot of difficulties. ഒത്തിരി difficulties ആണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ. Change means a lot of pain. വേദനയാണ്. Change means a lot of difficulty. ബുദ്ധിമുട്ടാണ്. Change means a lot of sacrifice. ത്യാഗം ചെയ്യേണ്ടി വരും. ഇത് പുതിയ പോലെ എല്ലാവരും രാത്രി പിടിച്ചാൽ ഇന്ന് ത്യാഗമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ചേഞ്ചിന് ഒത്തിരി ത്യാഗങ്ങൾ ചെയ്യണം. രാത്രി 9 മണിക്ക് നല്ലൊരു TV സീരിയലുണ്ട്. ഏതാണ് നോക്കുന്നത് നിങ്ങൾ? എന്തോ പേരെന്തോ അതിന്റെ? മാഡത്തിന് അറിയാം, ചിരിച്ചാൽ മാഡത്തിന്റെ സീരിയലിന്റെ പേരെന്തോ? എന്തോ സീരിയലിന്റെ പേര്? കുഴമ്പവിളക്ക് നടക്കുന്നുണ്ടല്ലോ മലയാളം സീരിയൽ. രാത്രി 9 മണി 8 മണിക്കുള്ള സീരിയൽ 1-2 പേരൊന്നും പറയാം. ഇന്നിപ്പോ ആരൊന്നും പറയത്തില്ല. ഞാൻ അറിയാം, പറഞ്ഞാൽ അപകടമാണ്. ഇവൻ നിന്നെ പൊക്കും. യു നോ ദാറ്റ് ഐ വിൽ അറ്റാക്ക് യു. അതുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്. ആ സീരിയൽ നോക്കിയിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് സെയിൽസിന്റെ ബുക്ക് വായിക്കേണ്ടത്. സീരിയൽ നോക്കുന്ന ഈസ് ഇറ്റ് എ പ്ലെഷർ ഓർ പെയിൻ? അതൊരു സീരിയൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമാണോ അതൊരു വേദനയുള്ള കാര്യമാണോ? സുഖമുള്ള കാര്യം. അപ്പൊ നമ്മൾ എല്ലാ ടൈം സുഖത്തിന്റെ സൈഡിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് ആ സീരിയലിന്റെ സമയത്ത് നമുക്ക് ഇരുന്നൊരു ബുക്ക് സെയിൽസിന്റെ വായിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, നമുക്ക് പ്രഷർ ഇടേണ്ടി വരും. ആ ബുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുക്കും പേനയും പേപ്പറും എടുത്തിരിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഈസി ജോലിയാണ് സീരിയൽ കാണുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ. We are in acacia because we don't want to change, and we don't want to change because change means a lot of loudly. Change means a lot of 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 About we are in acacia. We are in acacia because we don't want to change. എനിക്ക് മാറാൻ ആഗ്രഹമില്ല. എന്താണ് ഞാൻ മാറാതെ പോകുന്നത്? എന്തിനു മാറ്റങ്ങൾ എന്റെ അകത്ത് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് പല ബുദ്ധിമുട്ടുകളും വേദനയും ത്യാഗവും സഹിക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും. ആ ത്യാഗം സഹിക്കാതെ പൈസ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല മൂർത്തി. ആ ത്യാഗം സഹിക്കാതെ ഒരു ഗ്രേറ്റ് ടീം ഉണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല.
everything is not going to be possible. And therefore, my dear friends, we are all in Acacia because we don't want to change. And change means a lot of pain, change means a lot of sacrifice, change means a lot of difficulty, change means a lot of effort, change means a lot of insecurity, adotri buddhimuttum, adu ottri vedana ulla karyangalanu. And therefore, we are happy the way we are. Therefore, we are made the way we are within our own paradigm, within our own boundaries, within our own boundary. നമ്മൾ therefore ഹാപ്പിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ബൗണ്ടറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ലെന്ന് ഡയലോഗ് അടിച്ച് നമ്മുടെ ബൗണ്ടറി ഒക്കെ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് സ്ട്രോങ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും കേരളത്തിൽ നടക്കത്തില്ല, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല, എനിക്ക് വലിയ ആൾക്കാരെ പോയി കാണാൻ ഒക്കത്തില്ല. അങ്ങനെ എല്ലാ ബൗണ്ടറിയും നിങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ബൗണ്ടറി നിങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. We are in Acacia because we don't want to change, and we don't want to change because change means a lot of pain. Change means a lot of sacrifice. Change means a lot of difficulty. Change means a lot of trouble. And therefore we are happy the way we are within our own lovely paradigm. Are you paradigms? Lovely. Paradigms means boundaries. Boundary. ആരുണ്ടാക്കി boundary? ഞാനുണ്ടാക്കി. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? എന്റെ കംഫർട്ടിനകത്തിരിക്കാൻ വേണ്ടി, എന്റെ കംഫർട്ടിനകത്തിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മനഃപൂർവ്വം ബോധപൂർവ്വം ഉണ്ടാക്കിയ ബൗണ്ടറിക്കകത്താണ് ഞാൻ കളിക്കുന്നത്. ആ ബൗണ്ടറിക്കകത്ത് ഇരുന്ന് കളിച്ചാൽ തനിക്ക് വലിയ ആളാവാൻ ഒക്കത്തില്ലടോ. ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്യണം. ആ ലീല ടീച്ചർ ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്തേ പറ്റൂ. ആ ബാങ്കിന്റെ ക്യാഷ്യർ ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് സെയിൽസിനെ പറ്റി പഠിച്ചേ തീരൂ. Are you with me? Yes. കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് കൈയൊന്ന് പൊക്കിക്കാൻ. ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്തേ പറ്റും മൈ ഡിയർ ഫ്രണ്ട്സ്. വേറെ ഒരു മാർഗമില്ല. അല്ലെങ്കിൽ വേറെ അവരുടെ നല്ല മെർസിഡീസ് നോക്കി പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. തനിക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന KSRTC ബസ് തനിക്ക് വേണ്ടി ഞാനത് ട്രാവൽ ചെയ്താൽ മതിയോ? എന്റെ ലൈഫിൽ മെർസിഡീസ് എഴുതിയിട്ടില്ല. അങ്ങനെ വിചാരിച്ച് അക്സെപ്റ്റ് ചെയ്ത് എപ്പോഴെങ്കിലും മോളിൽ പോണെങ്കിൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ എല്ലാ ദിവസം രാവിലെ എന്തിനെണ്ണിച്ചു, ഇന്നലെ കാലിന് പോയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എണ്ണിച്ചു. ഇങ്ങനെയൊക്കെ പൊക്കൊണ്ടിരുന്നാലും പോയി പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം. ഇങ്ങനെയൊക്കെ പോട്ടല്ലേ, ഇങ്ങനെയൊക്കെ പോട്ടല്ലേ. So you have to understand, ഇങ്ങനെയൊക്കെ പോവാൻ പോട്ടെ എന്ന് പറയാം, ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് പറയാതിരിക്കാം. That's up to you. But you have to pay the price. You have to pay the price. And I just want to conclude by saying that, what is paradigm? Paradigm is nothing but boundaries, rules, regulations. നമ്മളാണ് ഈ റൂളൊക്കെ ഉണ്ടാക്കി. എനിക്ക് വലിയ ആൾക്കാരെ പോയി കാണാൻ ഇഷ്ടമല്ല. ഈ ഡയലോഗ് തന്നെ ഒരു ബൗണ്ടറിയാണ്. ആരുണ്ടാക്കി? ഞാനുണ്ടാക്കി. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. എന്തിന്? അപ്പൊ വലിയ ആൾക്കാരെ കാണാതിരിക്കാൻ വേണ്ടിയുള്ള ഈ ഡയലോഗാണ്. ഈ ഡയലോഗ് അടിച്ചാൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ബൗണ്ടറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ ആ ബൗണ്ടറിക്കകത്തിരുന്നാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. പിന്നെ അപ്സെറ്റ് ആവുന്നു, ഇത് നടക്കുന്നില്ലല്ലോ. സ്വപ്നങ്ങൾ ഇവിടെയാണെങ്കിൽ കഴിവുകൾ ഇവിടെയാണ്. കഴിവുകളെ ആ സ്വപ്നത്തിന്റെ കൂടെ മാച്ച് ചെയ്യണം. അപ്പൊ പേരെടുക്കട്ടെ, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആ TV സീരിയൽ വിട്ട് ബുക്കും ഓഡിയോസും വീഡിയോസും നോക്കേണ്ടി വരും, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടി വരും, നമ്മുടെ പുറത്ത് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ മുന്നിലോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബൗണ്ടറീസ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു,
Who created this boundary? നിങ്ങൾ പറഞ്ഞു നമ്മൾ തന്നെയാണ്. And why? For whom? ആർക്ക് വേണ്ടി നമ്മൾ ഈ ബൗണ്ടറി ഉണ്ടാക്കി? നമുക്ക് വേണ്ടി. And why? For what? നമ്മുടെ കംഫർട്ട്. നമ്മൾ ആ കംഫർട്ട് സോൺ ഇരിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ബൗണ്ടറിയാണ്. നമ്മളെ സൂചിപ്പിച്ച് വെക്കാൻ വേണ്ടിയുള്ള ബൗണ്ടറി. നമ്മൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ബൗണ്ടറി ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ അതിന്റെ പൂജ ചെയ്ത് അതിനെ ഓർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ ബൗണ്ടറി ഞാൻ ബ്രേക്ക് ചെയ്യത്തില്ല. ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് 19 വയസ്സിന്റെ സന്തോഷ് നായർ ഒരു അക്കൗണ്ടന്റ്, 19 വയസ്സിന്റെ ഒരു ന്യൂസ് പേപ്പർ വെണ്ടർ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ട്രെയിനർ ആയിട്ട് മാറണമെങ്കിൽ ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്യണം. You have to pay the price. You have to pay the price. And therefore it is very, very important. It is said, and I want 5-10 minutes, it is said, when the paradigm shifts, everyone goes back to zero. When the paradigm shifts, everyone goes back to zero. എന്ന് പറഞ്ഞാൽ ലീല ടീച്ചർ സ്കൂളിൽ നിന്ന് എൻ്റെ ഇടയ്ക്ക് RCM വന്നു കഴിയുമ്പോൾ ലീല ടീച്ചർ ഒരു സീറോ ആണ്. ആ ബാങ്കിന്റെ കാഷ്യർ ഇന്ന് ഉച്ചയ്ക്ക് 4 മണിക്ക് എന്റെ ടീമിൽ ജോയിൻ ചെയ്ത ആ ബാങ്കിന്റെ കാഷ്യർ ആരാണ്? സീറോ. അയാൾക്ക് സ്റ്റാർട്ട് തൊട്ട് പഠിക്കേണ്ടി വരും മാഡം. എല്ലാം പഠിക്കേണ്ടി വരും, ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടി വരും. ആ ഹൗസ് വൈഫ്, ആ 42 വയസ്സുള്ള ഹൗസ് വൈഫ്, 2 പിള്ളേരും ഇപ്പൊ കുറച്ച് ഫ്രീ ടൈം ഉള്ള ഹൗസ് വൈഫ് എന്റെ ടീമിൽ ഇന്ന് 4 മണിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആ ഹൗസ് വൈഫിന്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് യൂസ്ഫുൾ അല്ല. ബിക്കോസ് ഷീ ഈസ് എ സീറോ. അങ്ങ് സീറോ ആയിട്ട് ഓരോ കാര്യങ്ങളും ഹൗസ് വൈഫ് പഠിക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ എവരിതിങ് ഈസ് പോസിബിൾ. ആ ഹൗസ് വൈഫ് എല്ലാം മറന്ന് അവളുടെ സാഹചര്യവും അവളുടെ രീതികളും അവളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് എന്റെ ടീമിൽ വന്ന് ഭയങ്കര സാക്രിഫൈസും പേരെടുത്ത് സെയിൽസിനെ പഠിച്ച് അതിനെ മനസ്സിലാക്കി മാർക്കറ്റിൽ പോയി ആൾക്കാരെ എവരിഡേ കണ്ട് അതിനെ പഠിച്ച് അതിനെ നല്ല ഗ്രിപ്പ് ഉണ്ടാക്കിയുള്ള ആഗ്രഹമുള്ള വൈഫ്, ഹൗസ് വൈഫ് മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. വെറുതെ RCM-ൽ എന്റെ ടീമിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. You have to pay the price. You have to take the pain. You have to make the sacrifice. You have to take the challenge. You have to do everything that you don't like. ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. And that is what I always say. Successful ആൾക്കാരും unsuccessful ആൾക്കാരുടെ difference is only one. സക്സസ്ഫുൾ ആൾക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. എനിക്കും രാവിലെ ഇഷ്ടമല്ല എണ്ണിക്കാൻ, നിങ്ങൾക്കും ഇഷ്ടമല്ല രാവിലെ എണ്ണിക്കാൻ. എന്നാലും എല്ലാ ദിവസവും രാവിലെ എണ്ണിച്ച് എണ്ണിക്കുന്ന സ്വഭാവപ്പെട്ടു. എനിക്കും വലിയ വലിയ ആൾക്കാരെ പോയി കാണാൻ ഇഷ്ടമല്ല, നിങ്ങൾക്കും ഇഷ്ടമല്ല എല്ലാ ദിവസവും പോയി കണ്ട് വലിയ ആൾക്കാരെ കാണുന്ന ഞാൻ സ്വഭാവപ്പെട്ടു. ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാം എന്റെ സ്വഭാവങ്ങൾ കാരണമാണ്. Your future is your habits. If you deliberately, consciously don't form good habits, then unconsciously, unknowingly, you will form bad ones. അതുകൊണ്ട് നല്ല സ്വഭാവങ്ങൾ ഇല്ലെങ്കിൽ അറിയാതെ ചീത്ത സ്വഭാവങ്ങൾ നമ്മുടെ അകത്ത് വന്നിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ്. നിങ്ങളുടെ ഹാബിറ്റ്സ് പുതിയ ഫോം ചെയ്യണം. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത എല്ലാ കാര്യങ്ങളെയും സഞ്ചരിക്കണം, അകത്ത് കയറണം, അതിന്റെ ഡെപ്തിൽ പോകണം, അതിനെ മനസ്സിലാക്കണം, അതിനെ സ്റ്റഡി ചെയ്യണം, അതിന്റെ അകത്ത് പോയി അതിനെ മാസ്റ്റർ ചെയ്യണം. അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹമുള്ള മാത്രമേ ആൾക്കാർക്ക് ലൈഫിൽ എവരിതിങ് ഈസ് പോസിബിൾ എന്ന് പറയാനുള്ള കഴിവും അറിവും ആൻഡ് കേപ്പബിലിറ്റിയും ഉണ്ട്. So my dear friends, I just want to tell you that your past success, നിങ്ങളുടെ പാസ്റ്റിന്റെ സക്സസ് ഗ്യാരണ്ടീസ് nothing. നിങ്ങൾ എത്രയും സക്സസ്ഫുൾ ഹൗസ് വൈഫ് ആകുന്നു അതിവിടെ പ്രശ്നമല്ല. നിങ്ങളുടെ പാസ്റ്റ് സക്സസ് ഗ്യാരണ്ടീസ് നത്തിങ്. നിങ്ങളൊരു നല്ല സക്സസ്ഫുൾ ഹൗസ് വൈഫ് ആകുന്നു, നിങ്ങളൊരു നല്ല ബാങ്കിന്റെ മാനേജർ ആകുന്നു, നിങ്ങളൊരു നല്ല ബാങ്കിന്റെ കാഷ്യർ ആകുന്നു, നിങ്ങളൊരു നല്ല ടീച്ചർ ആകുന്നു. അത് നിങ്ങളുടെ സക്സസിന്റെ ഒരു ഫോർമുലയുമല്ല. നിങ്ങളുടെ പാസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ അല്ല. ഇന്ന് നിങ്ങൾ എന്ത് റെഡിയാണ് ചെയ്യാൻ, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്.
ഇന്ന് നിങ്ങൾ എന്ത് വില കൊടുക്കാൻ വേണ്ടി റെഡിയാണ്, ഇന്ന് എന്ത് പഠിക്കാൻ റെഡിയാണ്, ഇന്ന് എങ്ങനെയാണ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ റെഡിയാവാൻ. And that is the most important thing. And I want to end by saying, ഇങ്ങനെ മാറ്റി എടുക്കണമെങ്കിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ രാവിലെയും രാത്രിയും ചോദിക്കണം. And it's known as the paradigm shift question. I kept on asking this question for the last 39 years. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു പ്രശ്നം, എന്നോട് തന്നെ ചോദിക്കുന്ന ഒരേ ഒരു പ്രശ്നം is this: what today is impossible to do in your life? What today is impossible to do in your life, but if it could be done, would fundamentally change what you do. ഇന്നെന്താ ജീവിതത്തിൽ ഇമ്പോസിബിൾ മലയാളത്തിൽ അസാധ്യം, അങ്ങനെ എഴുതുന്നുണ്ട്. ഇന്നെന്റെ ലൈഫിൽ അസാധ്യമായി കാണുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, ആ കാര്യങ്ങൾ ഞാൻ ചെയ്താൽ എന്റെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവും. വാട്ട് ടുഡേ ഈസ് ഇമ്പോസിബിൾ, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾക്ക് ഇമ്പോസിബിൾ തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇന്ന് ഉറപ്പിച്ച് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഇത് നടക്കത്തില്ല, ഇത് ഇമ്പോസിബിൾ ആണ്. അടുത്ത 3 മാസത്തിൽ 50 സ്റ്റാർ സഫയർ ഉണ്ടാക്കും. അടുത്ത 3 മാസത്തിൽ ഇമ്പോസിബിൾ. അടുത്ത 3 മാസത്തിൽ 50 സ്റ്റാർ സഫയർ, പുതിയ 50 സ്റ്റാർ സഫയർ എന്റെ ടീമിൽ ഉണ്ടാക്കണം. സപ്പോസ് ഇമ്പോസിബിൾ ചെയ്തു പോയാൽ ലൈഫ് തന്നെ മാറത്തില്ല. യെസ് ഓർ നോ? അപ്പൊ അങ്ങനെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇമ്പോസിബിൾ, അതാണ് അടുത്ത 3 മാസത്തിൽ ചെയ്യേണ്ടത്. ജാൻ ഫെബ് മാർച്ച് എന്തൊക്കെ ലൈഫിൽ ഇമ്പോസിബിൾ തോന്നുന്നു, 3 കാര്യങ്ങൾ ചെയ്തു. 3 ഇമ്പോസിബിൾ കാര്യങ്ങൾ. ജാൻ ഫെബ് മാർച്ച്. ഇന്ന് ജാൻ 13-ാം തീയതി. എത്രാം തീയതി? 13. ഇന്ന് ജാൻ 13. മാർച്ച്, ജാൻ ഫെബ് മാർച്ച്, ഏപ്രിൽ 13 വരെ നിങ്ങളുടെ ലൈഫിൽ അടുത്ത 90 ഡേയ്സിൽ എന്തൊക്കെ ഇമ്പോസിബിൾ കാര്യങ്ങളാണ് 3 ഒന്ന് മനസ്സിൽ ആലോചിച്ച്. 3 ഇമ്പോസിബിൾ കാര്യങ്ങൾ. അത് ടീം ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാവാം, അതൊരു 50 സ്റ്റാർ സഫയർ ഉണ്ടാക്കുന്ന കാര്യമാണ്, അതൊരു 5 ഡയമണ്ടിനെ ഉണ്ടാക്കാനുള്ള കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ 3 ഇമ്പോസിബിൾ കാര്യങ്ങൾ എന്തുവാണ് അടുത്ത 3 മാസത്തിൽ? ആ ഇമ്പോസിബിൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആ പാരഡൈം, ആ ബൗണ്ടറി ബ്രേക്ക് ആവുള്ളൂ. ആ ബൗണ്ടറി, ആ പാരഡൈം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൗണ്ടറി. എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു സഫാരെങ്കിലും ഒരു കൊല്ലത്ത് ഉണ്ടാക്കിയെന്നല്ല, അതാണ് എന്റെ ബൗണ്ടറി. അത് ഇന്ന് ഞാൻ വിചാരിക്കുന്നു, ഇന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, വാട്ട് ടുഡേ ഈസ് ഇമ്പോസിബിൾ ടു ഡു ഇൻ യുവർ ബിസിനസ്. ആ ബ്രാക്കറ്റും മറന്നേരം, ഈ ബ്രാക്കറ്റ്, ഇവിടെ ഇരിക്കുന്ന ബ്രാക്കറ്റും ഇവിടെ ഇരിക്കുന്ന ബ്രാക്കറ്റും മറന്നേരം. ഇത്രയും കാര്യങ്ങൾ വായിക്കേണ്ട, ഇത് മാത്രം. വാട്ട് ടുഡേ ഈസ് ഇമ്പോസിബിൾ ടു ഡു ഇൻ യുവർ ബിസിനസ്, ബട്ട് ഇഫ് ഇറ്റ് കുഡ് ബി ഡൺ വുഡ് ഫണ്ടമെന്റലി ചേഞ്ച് വാട്ട് യു ഡു. ഇന്ന് എന്റെ ബിസിനസ്സിൽ ഇമ്പോസിബിൾ എന്തുവാണ്, ഇന്ന് എന്റെ ലൈഫിൽ ഇമ്പോസിബിൾ എന്തുവാണ്, ഇന്ന് എന്റെ ടീമിൽ ഇമ്പോസിബിൾ എന്തുവാണ്, ഇന്ന് എന്റെ മാർക്കറ്റിൽ ഇമ്പോസിബിൾ എന്തുവാണ്, ഇന്ന് ന്യൂട്രിചാർജ് പറഞ്ഞ സപ്ലിമെന്റിൽ ഇമ്പോസിബിൾ എന്തുവാണ്, ഇന്ന് ഞങ്ങൾ വിൽക്കുന്ന 20% ഓഫ് ദ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഓഫ് ന്യൂട്രിചാർജ്. ഇഫ് വി ക്യാൻ മേക്ക് ഇറ്റ് 50% in the next months, if we can make NutriCharge 50% in the next 6 months, in the next 3 months, it's impossible, but if it could be done, നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ട് മാറും, ആസിയൻ നമ്പർ 1 കമ്പനി ആയിട്ട് മാറും. അഗർ we will do the impossible. എല്ലാവരും വിചാരിക്കണം, ആഗ്രഹിക്കണം, മനസ്സ് വെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിലോട്ട് മുമ്പിലോട്ട് പോകാൻ ഒക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നു. And that's the most important aspect of life, my dear friends. So ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ലേ जाओ सब വീഡിയോസ് ലേ जाओ സംഗീത. ഈ സംഗീതനാരെന്ന് പറഞ്ഞപ്പറ്റി പുറത്ത് നിൽപ്പുണ്ട്. ആ സ്റ്റാളിൽ പോയി അവളോട് ചോദിക്കണം, എനിക്ക് എന്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യണം, ഏത് വീഡിയോ മേടിക്കണം എന്ന് അവൾ പറഞ്ഞു തരും. അവിടെ നമ്മുടെ സ്റ്റാളിൽ സ്റ്റാഫ് നിൽപ്പുണ്ട്, അവിടെ പോണം, ആ വള വെക്കണം.
ആ ഓളെ വെക്കണം, ആ വീഡിയോ മേടിക്കണം, ആ ബുക്ക് മേടിക്കണം, ആ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അതൊക്കെ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ മുമ്പിലോട്ട് പോകാത്തുള്ളൂ. പിന്നെ എന്റെ ഗുരു ജോയൽ ബാർക്കർ പറയുന്നു, ആരൊക്കെ പറയുന്നു ഇത് ഇമ്പോസിബിൾ ആണ്, അവർ പുറത്തു നിൽക്കണം, അവർ മാറി നിൽക്കണം. ആരൊക്കെ പറയുന്നു ഇത് ജീവിതത്തിൽ പോസിബിൾ അല്ല, അവൻ ഈ ലൈൻ വിട്ടു പോകണം. ഒന്ന് മാറി നിൽക്കണം, ഒന്ന് മാറി നിൽക്കണം. തന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ താനൊന്ന് മാറി നിൽക്കണം. സാധിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ പ്രവർത്തിച്ചാൽ മതി. ബാക്കി എല്ലാവരും വീട്ടിൽ പോവാം. അങ്ങനെ ആലോചിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, എവറിഥിങ് ഈസ് പോസിബിൾ. എവറിഥിങ് ഈസ് പോസിബിൾ ഇഫ് യു ഹാവ് ദിസ് കൈൻഡ് ഓഫ് എ മൈൻഡ് സെറ്റ്. നിങ്ങൾ അക്രേഷ്യയെ ഡിഫീറ്റ് ചെയ്ത് നിങ്ങളെ തകർത്ത് തന്നെ മാറ്റങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവരാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറിയെ ബ്രേക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ സെയിൽസിനെ പറ്റി പഠിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ ഓരോ ലൈഫിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാനൊക്കെ. എല്ലാത്തിൻ്റെയും ബേസാണ് എഡ്യൂക്കേഷൻ. എല്ലാത്തിൻ്റെ ബേസാണ് പഠിക്കണം. നിങ്ങളുടെ പ്രൊഫഷനെ പറ്റി നിങ്ങൾ തന്നെ പഠിക്കണം. ഈ പഠിപ്പ് ചിലപ്പോൾ ബുക്സിന്റെ അകത്തുനിന്ന് വരും. ഡയറക്ട് സെല്ലിംഗിന്റെ അകത്ത് ഒത്തിരി ബുക്സ് ഉണ്ട്. ഈ പഠിപ്പിൽ നിങ്ങൾക്ക് പല വെബിനാർസും അറ്റൻഡ് ചെയ്യേണ്ടി വരും, കാശ് കൊടുത്ത്. കേരളത്തിന് ഫ്രീ ഒരു സ്വഭാവമുണ്ട്. എന്ത് ഫ്രീ കിട്ടിയാലും പോകാൻ റെഡിയാണ്. ഫ്രീയുടെ ഈ സ്വഭാവം മാറ്റണം. ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ റോൾ മോഡലായിരിക്കുന്ന ആൾക്കാരെ പോയി കാണണം. അവരോട് ചോദിക്കണം, എങ്ങനെയാണ് അവരിതൊക്കെ ചെയ്യുന്നത്? ആരൊക്കെ വലിയ വണ്ടി ഓടിക്കുന്നു, ആരുടെയൊക്കെ വലിയ വീടുകളുണ്ട്, അവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഇൻക്രീസ് ചെയ്യണം. അവരുടെ കൂടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നല്ല നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം. നല്ല പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യവും പ്രാക്ടീസ് ചെയ്യണം മാർക്കറ്റിൽ. അങ്ങനെ എത്രയോ നല്ല ഓഡിയോസ് കേൾക്കണം. എല്ലാ ദിവസവും 1.5 മണിക്കൂർ, എല്ലാ ദിവസവും 1.5 മണിക്കൂർ. എന്തോ അതിന് പറയും, നമ്മുടെ മൂർച്ച കൂട്ടണം. എല്ലാ ദിവസവും നമ്മൾ പോയി ഒരാളെ, 2 ആളെ, 3 ആളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മൂർച്ച കൂട്ടണം. മൂർച്ച കൂട്ടാതെ നമ്മൾ പോയി അടിച്ചാൽ നമ്മൾ ടയേർഡായി പോകും. പിന്നെ നമ്മൾ മാർക്കറ്റിനെ ചീത്ത വിളിക്കും, പ്രൊഡക്റ്റിനെ ചീത്ത വിളിക്കും, കോമ്പറ്റീഷനെ നല്ല കാര്യങ്ങൾ പറയും. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പറയാൻ പോകുന്നത് എവറിത്തിങ് ഈസ് നോട്ട് പോസിബിൾ. ആൻഡ് therefore നല്ല വീഡിയോസും മേടിച്ച് കാണണം. മൈ ഡിയർ ഫ്രണ്ട്സ്, എത്രയോ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു ഈ വീഡിയോസൊക്കെ മേടിച്ച് നിങ്ങളുടെ കേപ്പബിലിറ്റീസിനെ റെഗുലറായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. മലയാളത്തിന്റെ വീഡിയോസ്, എത്രയോ മലയാളം വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആൻഡ് ഇതെല്ലാം ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചു. ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കണം. ഇത് മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് മുമ്പിലോട്ട് പോകാനുള്ള ആഗ്രഹവും നിങ്ങളുടെ അകത്തുള്ള കേപ്പബിലിറ്റിയും ബിൽഡ് ആവാൻ തുടങ്ങത്തുള്ളൂ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതെല്ലാം പഠിച്ചെടുക്കണം.